RKB എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ID എന്ന് വന്ന ചോദ്യമാണ് കേട്ടോ. പേര് വ്യക്തമാക്കിയിട്ടില്ല. മോളെ, എൻ്റെ കൂട്ടുകാരിയുടെ ഹസ്ബൻഡിന് ഒരു അസുഖമുണ്ട്, അത് നേരത്തെ തന്നെ കണ്ടുപിടിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ അസുഖം പൂർണ്ണമായി ഭേദമാകാനായിട്ട് എന്ത് പ്രാർത്ഥനയാണ് ഭഗവാന് സമർപ്പിക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവരുടെ കുടുംബത്തിൽ ഇതൊരു ചേച്ചിയാണെന്ന് തോന്നുന്നു കേട്ടോ, ഒരു ഭക്തയാണെന്ന് തോന്നുന്നു. അവരുടെ കുടുംബത്തിൽ തന്നെ പലതവണ ഭഗവാൻ രക്ഷയ്ക്കായി എത്തിയിട്ടുണ്ട് എന്നും കൂടെ ആ ചോദ്യത്തിന് ചുവടെയായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എഴുത്തിൽ തന്നെ ഉണ്ട് ഭഗവാന്റെ ഒരു സാന്നിധ്യം. ഭഗവാൻ കൂടെ രക്ഷയ്ക്കായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇനിയും വരുന്നതായിരിക്കും. അത് ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത് ആ ഭഗവാൻ കൂടെ ഉണ്ടെന്നുള്ളത്. അപ്പൊ പേടിക്കൊന്നും വേണ്ട കേട്ടോ. തീർച്ചയായിട്ടും ഭഗവാൻ രക്ഷയ്ക്കായിട്ട് എത്തിയിരിക്കും. നന്നായിട്ട് ഭഗവാനെ വിളിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് നാമം ചൊല്ലുക. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാനുള്ളത് കേട്ടോ. ആ കൂട്ടുകാരിയുടെ അടുത്തും അദ്ദേഹത്തിന്റെ അടുത്തും അവരുടെ കുടുംബാംഗങ്ങളുടെ അടുത്തും ഒക്കെ പറയുക, എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ നാരായണീയം വായിക്കാട്ടോ. നാരായണീയം രചിക്കപ്പെട്ടത് തന്നെ അസുഖം ഭേദമാകാനായിട്ടാണ്. ആയുരാരോഗ്യ സൗഖ്യമാണ് അതിൻ്റെ ഫലമായിട്ട് ഗുരുവായൂരപ്പൻ തന്നെ നമ്മുടെ അടുത്ത് പറയണത്. അപ്പോൾ സാധിക്കുന്ന സമയങ്ങളിൽ സാധിക്കുന്ന പോലെ നാരായണീയം വായിക്കുക. പ്രധാനമായിട്ടും അസ്മിൻ പരാത്മൻ എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകം ഉണ്ടല്ലോ, അത് നിത്യേന ജപിക്കുക. ഏറ്റവും ഫലമുള്ള ഒരു ശ്ലോകം തന്നെയാണ് അത് കേട്ടോ. എൻ്റെയും എല്ലാവരുടെയും അസുഖങ്ങൾ മാറ്റിത്തരണേ ഭഗവാനെ എന്നാണ് മേൽപ്പത്തൂർ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും അസുഖം ഭഗവാൻ തന്നെ മാറ്റിത്തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ വഴിപാടുകളെ കുറിച്ച് പറയുമ്പോഴേ കാളിയമർദ്ദനം ചെയ്യാട്ടോ. കാളിയമർദ്ദനം, കൃഷ്ണാട്ടം, അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് രോഗശാന്തിക്ക് വേണ്ടിയിട്ടാണ് കാളിയമർദ്ദനം ചെയ്യുന്നത്. അപ്പോൾ അത് പ്രാർത്ഥിച്ചുകൊണ്ട് നേരുക, അത് ഒരു വഴിപാട് ചെയ്യുക. സാധിക്കുന്നെങ്കിൽ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഒന്നാണ് എള്ള് കൊണ്ടുവന്ന് ഭഗവാനെ സമർപ്പിക്കും. അതുപോലെ എള്ളുകൊണ്ട് തുലാഭാരം നടത്തും. ഇതൊക്കെ ചെയ്യാട്ടോ. കാരണം എള്ള് എന്ന് പറയുന്നത് തന്നെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ്. ആരോഗ്യം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എള്ള് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗമില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ രോഗങ്ങളൊക്കെ മാറ്റിത്തരുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട്, അങ്ങനെ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് എള്ള് കൊണ്ടുവന്നിട്ട് ഭഗവാനെ സമർപ്പിക്കുക. എള്ളോളം അസുഖം അല്ലെങ്കിൽ എള്ളോളം ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ട് നമുക്ക് തിരികെ തരണേ, എനിക്ക് തിരികെ തരണേ ഭഗവാനെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് എള്ളോളം ജീവൻ ഉണ്ടെങ്കിൽ അത് തിരികെ നൽകണേ ഭഗവാനെ എന്നാണ് ആ ഒരു പ്രാർത്ഥന. അപ്പോൾ എള്ള് കൊണ്ടുവന്ന് സമർപ്പിക്കാം, എള്ള് കൊണ്ട് തുലാഭാരം നടത്താം. ഇതൊക്കെ ഓരോരുത്തരുടെ ആ ഒരു പ്രാർത്ഥനയ്ക്കനുസരിച്ച് ഏത് വഴിപാടാണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ഏറ്റവും പ്രധാനം ഭഗവാനെ വിളിക്കുക എന്നുള്ളത് തന്നെയാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് നാമം ജപിക്കുക, അദ്ദേഹത്തോട് പറയുക, അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് പറയുക. പൂർണ്ണ ആരോഗ്യത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിന് തിരിച്ചു വരാനായിട്ട് സാധിക്കട്ടെ. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ.